എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാം വീടുകളിൽ പ്രായമായ അച്ഛനുണ്ടാവാം, അമ്മയുണ്ടാവാം, മുത്തച്ഛനുണ്ടാവും. ഇവരൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ മറ്റേതെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോഴോ വാഹനത്തിൽ കയറാനായിട്ട് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മയൊക്കെ തന്നെ സാരി ഉടുത്ത് വാഹനത്തിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ മുത്തച്ഛയായി തന്നെ സാരിയൊക്കെ ഉടുത്ത് വാഹനത്തിൽ കയറുമ്പോൾ, ഒരു ഗർഭിണിയാണെങ്കിൽ സാരി ഉടുത്ത് വാഹനത്തിൽ കയറുമ്പോൾ, ഒരു കുഞ്ഞുമായിട്ട് കയറുമ്പോൾ, ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടാതെ ബുദ്ധിമുട്ടാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ വാഹനത്തിലോട്ട് കയറാം, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സാധാരണയായി നമ്മൾ വാഹനത്തിലോട്ട് കയറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഡോറ് തുറക്കുന്നു. അതിനുശേഷം ഇതുപോലെ മാക്സിമം കുനിഞ്ഞ് ഒരു കാല് മുന്നോട്ട് വെക്കുന്നു, അടുത്ത കാല് ഇങ്ങനെ നിൽക്കുന്നു, മാക്സിമം കുനിയുന്നു. അപ്പോൾ നമ്മുടെ നട്ടലിന് ബലം വരുന്നു, നമ്മുടെ മുട്ടിന് ബലം വരുന്നു. സാരിയെ കൊടുത്താണ് കയറുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കയറാനായിട്ട്. ഇങ്ങനെ കാലകത്ത് വെച്ച് കയറാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം ഇങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷമാണ് ഈ കാലെടുത്ത് ഇങ്ങനെ വെക്കുന്നു, പിന്നെ തിരിയുന്നു. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ കയറുന്നത്. അതുപോലെ തന്നെയാണ് ഇറങ്ങുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ഇറങ്ങുന്നത്. ഇവിടെ പിടിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ പിടിക്കുന്നു. അമ്മമാരൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെ ആദ്യം കാലകത്തി വെക്കുന്നു. അപ്പോൾ ഈ സമയത്ത് സാരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാലകത്തി വെക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പ്രായമായവരൊക്കെ ആണെങ്കിൽ മുട്ടിന് വേദനയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ വീണ്ടും കുനിയുന്നു. അപ്പോൾ നട്ടലിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, മുട്ടിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, വീണ്ടും ഇറങ്ങുന്നു. ഇങ്ങനെയാണ് ഇറങ്ങുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ കയറാം. നമ്മുടെ ഇപ്പോൾ ഒരു കുഞ്ഞ് കയ്യിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുഞ്ഞിനെ കൈ കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ കയറിയിട്ടാണ് കുഞ്ഞിനെ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് കുഞ്ഞുമായിട്ട് എങ്ങനെ കയറാം, വളരെ എളുപ്പത്തിൽ എങ്ങനെ കയറാമെന്ന് നോക്കാം. നമ്മൾ ഡോറിൻ്റെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം നമ്മൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്നു. എന്നിട്ട് നമ്മുടെ വീട്ടിലൊരു കസേരയിൽ ഇരിക്കുന്നത് പോലെ ഇത്തരത്തിൽ ഇരിക്കുന്നു, ഒരു കസേരയിൽ ഇരിക്കുന്ന പോലെ. ആ സമയത്ത് നമ്മുടെ തല മുട്ടാതെ മാത്രം ശ്രദ്ധിക്കുക. ഇങ്ങനെ പതിയിരിക്കുക, ഇവിടെ നോക്കുക, തല ഉള്ളിലോട്ട് വെക്കുക, ഈ ഒരു കാര്യം നോക്കുക. അതിനുശേഷം കസേര ഇരുന്ന് തിരിയുന്നത് പോലെ ജസ്റ്റ് തിരിയുക. വളരെ എളുപ്പത്തിൽ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ സാധിക്കും. അതൊരു കുഞ്ഞ് കയ്യിലുണ്ടെങ്കിൽ പോലും നമുക്ക് അത്തരത്തിൽ കയറാം. ഇപ്പോൾ ഒരു കുഞ്ഞ് കയ്യിലുണ്ടെങ്കിൽ പോലും കുഞ്ഞിനെ ഇങ്ങനെ പിടിക്കുക, അതിനുശേഷം ഇങ്ങനെ ഇരിക്കുക, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് കയറി നോക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇറങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പിടിക്കുക, അല്ലെങ്കിൽ ഇവിടെ പിടിക്കുക, രണ്ട് കാലും ഒരുമിച്ച് പുറത്തേക്ക് ഇടുക. ഇത്തരത്തിലൊരു കസേരയിൽ നിന്ന് ഇറങ്ങുന്ന പോലെ രണ്ട് കാലും ഒരുമിച്ച് പുറത്തേക്ക് ഇടുക. അതിനുശേഷം വളരെ എളുപ്പത്തിൽ ഇറങ്ങി പോകാവുന്നതാണ്. ഇപ്പോഴത്തെ സമയത്തൊക്കെ ബസ് യാത്ര എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്തൊക്കെ. അപ്പോൾ ഗർഭിണികളോ അല്ലെങ്കിൽ വയസ്സായ അമ്മമാരോ ഒക്കെ ഇതുപോലത്തെ വാഹനത്തിൽ കയറാനായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡോർ തുറന്ന് ഇപ്പോൾ കാണിച്ച രീതി ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ആ സമയത്ത് വളരെ ഫലപ്രദമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ യാതൊരു ആയാസവും ഇല്ലാതെ കയറിപ്പോകാൻ സാധിക്കുന്നതാണ്.